നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ ബസ് സമരം പൂർണ്ണം. വലഞ്ഞ് യാത്രക്കാരും വിദ്യാർത്ഥികളും. KSRTCയും സമാന്തര സർവീസുകളും യാത്രാക്ലേശം കുറച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 18-ന് അനിശ്ചിതകാല പണിമുടക്കുമെന്ന് ഭാരവാഹികൾ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം. DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി KPSTA. പ്രധാന അധ്യാപകരെ ക്ലാസ് ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ആവശ്യം. തുളിച്ചേരിയിൽ വൻ തീപിടുത്തം. കടയിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. തീപിടിച്ചത് ഡോർ ടു ഡോർ സൂപ്പർ മാർക്കറ്റിൽ. ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് അന്യായമായി നടപടിയെടുക്കുന്നുവെന്ന് ആരോപിച്ച് ബസ് ഉടമസ്ഥ സംഘം നടത്തിയ ഏകദിന സൂചനാ പണിമുടക്കം പൂർണ്ണം. ജില്ലയിൽ ഒരിടത്തും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. കണ്ണൂർ താവക്കരയിലെ പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, ജില്ലാ ആശുപത്രി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർണ്ണമായി നിർത്തിവെച്ചു. ബസ് പണിമുടക്കിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് പെരുവഴിയിലായത്. എന്നാൽ KSRTC അധിക സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായിരുന്നു. കണ്ണൂർ KSRTC ഡിപ്പോയിൽ നല്ല തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ KSRTC അധിക സർവീസ് നടത്തിയത് ക്ലേശം കുറച്ചു. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായി റോഡിലിറങ്ങിയത് കാരണം ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. സമരം നടത്തിയ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്ത ട്രേഡ് യൂണിയനുകളും സംയുക്തമായി കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തി. കോർഡിനേഷൻ ഭാരവാഹികളായ രാജ്കുമാർ കരുവാരത്ത്, PK പവിത്രൻ, PP മോഹനൻ, PV പത്മനാഭൻ, ട്രേഡ് യൂണിയൻ നേതാക്കളായ KV ശ്രീജിത്ത്, N പ്രസാദ്, ആലിക്കുഞ്ഞി പന്നിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസ് അനാവശ്യമായി പിഴ ചുമത്തി ബസ് വ്യവസായത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്ത ട്രേഡ് യൂണിയനുകളും സംയുക്തമായി നടത്തിയ സമരത്തോടനുബന്ധിച്ച് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. പോലീസ് അനാവശ്യമായി പിഴ ചുമത്തി വ്യവസായത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ ബസ് ഉടമസ്ഥ സംഘത്തിനാവില്ലെന്നും ഒരു മാസം ശരാശരി 10,000 രൂപയെങ്കിലും ഫൈനായി അടക്കേണ്ടി വരുന്നുണ്ടെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. സാധാരണഗതിയിൽ ബസ് വ്യവസായത്തിന് ഭാരിച്ച സാമ്പത്തിക ചിലവാണ് ഉണ്ടാകുന്നത്. ഫൈനും കൂടിയാകുമ്പോൾ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇത് അധികാരികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ സൂചനാ പണിമുടക്കിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വിഷയത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഡിസംബർ 18 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. ബന്ധപ്പെട്ട അധികൃതരുടെ വേണ്ടി 5-6 മാസം അപേക്ഷിക്കുന്നു. അതിൻ്റെയൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം, ശരിയാക്കാമെന്ന് പറയും. ബാക്കി പറയുന്നതല്ലാതെ യാതൊരുവിധ അനുകൂലമായ തീരുമാനമോ ഈ പോലീസ് നടപടിയോ ഇതുവരെ അവസാനിപ്പിക്കില്ല. നമ്മളെ സംബന്ധിച്ച് എവിടെയും കേൾക്കാത്തൊരു കാട്ടുനീതിയാണ് പോലീസ് നടപ്പിലാക്കുന്നത്. ഞങ്ങൾ പറയുന്ന കേട്ടിന് സുപ്രീം കോടതിയിലോ ന്യായാധിപർ കുപ്പിക്കൊല്ലാൻ വിധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രതിയോട് ചോദിക്കാറുണ്ടായി. അതിനുപോലെ അങ്ങനെയുള്ള ഒരു അവസരം കൊടുക്കുന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ കാടത്ത നിയമം നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക, അത് എന്തിനാന്ന് പറയില്ല, ഏതിനാന്ന് പറയില്ല, അതിൻ്റെ ഉടമയെ അറിയില്ല, തൊഴിലാളികളെ അറിയില്ല, ആരും അറിയില്ല. വൈകിട്ടാകുമ്പോൾ 500 മുതൽ 10,000 രൂപ വരെ ഫൈൻ വരും. ഓരോ ബസ്സിനും ശരാശരി 6,000-7,000 ശരാശരിയാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ 7,000 രൂപയോളം ഫൈൻ ഈടാക്കിയാണ് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. PK പവിത്രൻ, PP മോഹനൻ, PV പത്മനാഭൻ, റിജിമോൾ തുടങ്ങിയവർ ബസ് ഉടമസ്ഥ കമ്മിറ്റിയെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളായ അബ്ദുള്ള, ആലിക്കുഞ്ഞി പന്നിയൂർ, പുരുഷോത്തമൻ, N മോഹനൻ, N പ്രസാദ്, KK ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ധാരാളം ഞങ്ങൾ സിറ്റി ഈ ഏരിയയിൽ ഓടുന്ന ബസ്സുകളൊക്കെ 1,000 രൂപയിൽ കുറവുള്ള വരുമാനമുള്ള എത്രയോ ബസ്സുകളുണ്ട്. അവർക്ക് 500 രൂപ 750 രൂപ ഫൈൻ ഈടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉടമക്ക് വെറും കള്ളാസ് കൊണ്ട് കൊടുക്കേണ്ട സ്ഥിതിയായില്ല. അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, ചിന്തിക്കാമെന്ന് പറയാമെന്നല്ലാതെ നാളിതുവരെ ഒരു നടപടി ഇവരുടെ ഭാഗത്തുണ്ടായില്ല. ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ ഈ വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ടുഗെദർ ഫോർ എവർ ഈ മാസം 14, 15 തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും. 14-ന് 4ാമത്തെ ബാച്ച് ഒത്തുകൂടി സ്കൂളിലെ ഇപ്പോഴത്തെ സ്റ്റാഫിനെ ആദരിക്കുമെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കണ്ണൂർ നവോദയ അലുമിനി അസോസിയേഷൻ കനൽ ഭാരവാഹികൾ അറിയിച്ചു. കുട്ടികൾക്കായി അധീന അവതരിപ്പിക്കുന്ന നാടൻ പാട്ടരങ്ങ് പാട്ടുറവ അരങ്ങേറും. 15-ന് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 13 ലക്ഷം രൂപ ചിലവിൽ പണിതുകൊടുത്ത പ്ലേ ഗ്രൗണ്ട് പവലിയൻ സമർപ്പിക്കും. ജോസ് അരിമ്പൂർ നടത്തുന്ന ചിത്ര പ്രദർശനം, ശിങ്കാരിമേളം, മാജിക് ഷോ എന്നിവയും നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള ഒരു ഇതിൽ അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും 2 ദിവസങ്ങളിലായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങളുടെ ബാച്ചുകാർ മാത്രം ഒത്തുചേർന്ന്
ഞങ്ങളുടെ പഴയ ഓർമ്മകളെ ഓർക്കലും അതൊക്കെ ചേർത്ത് ഒരു ദിവസം. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റാഫും പ്രിൻസിപ്പൽ അങ്ങനെയുള്ളവരൊക്കെ അവർ ആദരിച്ച് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതൊക്കെ ചെയ്ത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി അദീന എന്ന് പറയുന്ന ഒരു ഫോക്ലോർ ഗ്രൂപ്പുണ്ട്. അവർ ചെയ്യുന്ന ഒരു നാട്ടുപാട്ടരങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, പാട്ടുറവ, അതും ചെയ്യുന്നുണ്ട് വൈകുന്നേരം. അപ്പം ഞങ്ങൾ സ്കൂളിന് വേണ്ടിയിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പവലിയൻ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഞങ്ങൾ പൈസ കളക്ട് ചെയ്ത് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഒരു പവലിയൻ, സ്പോർട്സ് പവലിയൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ പിറ്റേ ദിവസം രാവിലെ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇനോഗ്രേഷൻ പോലെ അങ്ങനെ ചീഫ് ഗസ്റ്റിനെ വിളിച്ച് അങ്ങനെ ഒരു അതിന് പകരം പൂർവ്വ വിദ്യാർത്ഥികൾ അവിടുത്തെ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് പോലെ കുട്ടികൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന വിധത്തിലാണ് അത് ഇനോഗ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കനൽ ഭാരവാഹികളായ കീർത്തിദാസ് പട്ടേരി, KG ജിജേഷ്, ഡോക്ടർ P സുചിത്ര, PV വിനോദ് എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ കരവിരുതിന് മിഴിവേകി ഭിന്നശേഷി വാരാചരണം. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ നേതൃപാടവം വർദ്ധിപ്പിച്ച് സുസ്ഥിര വികസന ഭാവിക്കായി അവരെ ഉൾച്ചേർക്കുക എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് കണ്ണൂർ നോർത്ത് BRCയിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചത്. വാരാചരണത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. മരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷീനെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, പുലീനെ ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ കൈ അതല്ലേ ഞാൻ പക്ഷിയാക്കിയത്. നന്നായിട്ടുണ്ട്, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരത്തിലും നിങ്ങൾ പങ്കെടുക്കണം, വേണ്ടേ? കുട്ടികളുടെ വിവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി പ്രവൃത്തി പരിചയ ശില്പശാല, നാടൻ കളികൾ, ശിശു സൗഹൃദ ഗെയിമുകൾ, സംഗീത ശില്പശാല എന്നിവ വാരാചരണത്തിന്റെ ഭാഗമായി നടത്തി. കണ്ണൂർ ജില്ലയിലെ വിവിധ BRCകളിൽ ചലച്ചിത്ര സംവാദ സദസ്സുകൾ, ഡോക്യുമെന്ററി പ്രദർശനം, സ്പെഷ്യൽ അക്കാദമി പരിപാടികൾ, രാഗലയം സംഗീത സദസ്സുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസ് തുടങ്ങിയ പരിപാടികൾ നടന്നു. കുട്ടികളുടെ പേശീചലന വികാസത്തിനും വ്യക്തിത്വ വികാസത്തിനും സഹായകമാകുന്ന രീതിയിലാണ് ശില്പശാലകൾ സംഘടിപ്പിച്ചത്. കിടപ്പിലായ കുട്ടികൾ ഉൾപ്പെടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് പരിപാടികൾ ആവിഷ്കരിച്ചത്. ടെറാക്കോട്ട ആഭരണ നിർമ്മാണം, കൊളാഷ് നിർമ്മാണം, കടലാസ് രൂപങ്ങളുടെ നിർമ്മാണം എന്നിവയാണ് പ്രവൃത്തി പരിചയ ശില്പശാലയിൽ നടന്നത്. ശില്പശാലയുടെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വേറിട്ടതായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾ മാത്രം ഉൾപ്പെടുന്ന രാഗലയം സംഗീത ട്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഗീത ശില്പശാല ഏറെ ഹൃദ്യമായി. കണ്ണൂർ നോർത്ത് BRC ട്രെയിനർ M ഉനൈസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ദീപേഷ് KV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രമോദ് അടുത്തില, പ്രകാശൻ MV എന്നിവർ പ്രവൃത്തി പരിചയ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ബസ് സമരം പൂർണ്ണം. വലഞ്ഞ് യാത്രക്കാരും വിദ്യാർത്ഥികളും. KSRTCയും സമാന്തര സർവീസുകളും യാത്രാക്ലേശം കുറച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 18-ന് അനിശ്ചിതകാല പണിമുടക്കമെന്ന് ഭാരവാഹികൾ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം. DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി KPSTA. പ്രധാന അധ്യാപകരെ ക്ലാസ് ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ആവശ്യം. തുളിച്ചേരിയിൽ വൻ തീപിടുത്തം. കടയിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. തീപിടിച്ചത് ഡോർ ടു ഡോർ സൂപ്പർ മാർക്കറ്റിൽ. ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
ഒരിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ഭിന്നശേഷി വിഷയം അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന സർക്കാർ നയം തിരുത്തുക, കുടിശ്ശികയായുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, പൂർണ്ണ സുരക്ഷയുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, മതിയായ കുട്ടികളില്ല എന്ന കാരണത്താൽ വർഷങ്ങളായി ദിവസവേതനാടിസ്ഥാനത്തിൽ തുടരുന്ന അധ്യാപകർക്ക് ശമ്പള സ്കെയിൽ അനുവദിക്കുക, കേട്ടഡ് യോഗ്യത നേടുന്നതിൽ നിന്നും സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒഴിവാക്കുക, പ്രീ പ്രൈമറി സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക, പ്രധാന അധ്യാപകരെ ക്ലാസ് ചുമതലയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSTA കണ്ണൂർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതിലേറ്റവും ആദ്യം പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഇവിടെ 8 വർഷമായും അവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇത്തരം കാര്യത്തിൽ നിലപാടുകളില്ലാതെ ഒരു സംഘടന നമ്മുടെ സംസ്ഥാനത്ത് വർക്ക് ചെയ്യുകയാണ്. അവരെന്തിനു വേണ്ടിയാണ്? ഭരിക്കുന്ന പാർട്ടിയുടെ ആ കൊടിയുടെ നിറം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ഭരണപക്ഷത്തെ അധ്യാപക സംഘടന മാറുമ്പോൾ അവർ ഈ സംസ്ഥാനത്തെ അധ്യാപകരോട് കാണിക്കുന്ന അവഗണനയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. UK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രമേശൻ, അരുണ, TP ഹരിലാൽ, ദിനേശൻ, CVA ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. വിറാസ് കോളേജിന് നാക് ദേശീയ അംഗീകാരം ലഭിച്ചതായി മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2010 വാദിഹുദയുടെ കീഴിൽ സ്ഥാപിതമായ വിറാസ് കോളേജ് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ B+ അംഗീകാരം ലഭിച്ചത്. അക്കാദമിക മികവിനൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ നിലവാരം, പൂർവ്വ വിദ്യാർത്ഥി പിന്തുണാ സംവിധാനം, സാമൂഹ്യ പ്രതിബദ്ധത എന്നിവയിൽ കോളേജ് മുന്നിട്ട് നിൽക്കുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമുക്ക് 8 ബിരുദ കോഴ്സുകളും പിന്നെ സൈക്കോളജിയിൽ തന്നെ 2 അപ്ലൈഡ് സൈക്കോളജി, അതേപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി, MC കെമിസ്ട്രി അടക്കം 4 ബിരുദാനന്തര ബിരുദ കോഴ്സുകളാണ് ഇപ്പോൾ അവിടെ റൺ ചെയ്യുന്നത്. 700-ൽ പരം കുട്ടികളും 50 ടീച്ചിങ് സ്റ്റാഫും 20 നോൺ ടീച്ചിങ് സ്റ്റാഫ് അടക്കം 70 സ്റ്റാഫുകളാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ 23, 24 തീയതികളിൽ നാക്കിൻ്റെ വിസിറ്റ് നമ്മുടെ കോളേജിൽ നടന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഉന്നതമായിട്ടുള്ള B++, അതന്നെ ഏറ്റവും അതിൽ 3 ആണ് A കിട്ടാനുള്ള മാനദണ്ഡം. അതിൽ 2.95 പോയിൻറ്റുമായിട്ട് നമ്മൾ B++ കരസ്ഥമാക്കിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ എഞ്ചിനീയർ മുഹമ്മദ് റിയാസ്, പ്രിൻസിപ്പൽ ഡോക്ടർ അബു ഇസഹാഖ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ R അഖിൽ, പ്രൊഫസർ VK സഹീദ്, സൽമാനുൽ ഫാരിസി എന്നിവർ പങ്കെടുത്തു. തളാപ്പ് തുളിച്ചേരിയിലെ ഡോർ ടു ഡോർ സൂപ്പർ മാർക്കറ്റിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. രാവിലെ 10 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. കട അടച്ചിട്ടിരുന്നതിനാൽ അകത്തുനിന്നും പുക ഉയരുന്നത് കണ്ട് കടയുടമ പവൻകുമാറിനെ സമീപവാസികൾ വിവരമറിയിക്കുകയായിരുന്നു. പവൻകുമാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഫ്രിഡ്ജ്, ഫ്രീസർ, കമ്പ്യൂട്ടർ, AC, ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് സാധനങ്ങളും കടയിലെ മുഴുവൻ മറ്റ് സാധനങ്ങളും കത്തിനശിച്ച് വീൽപ്പെടുന്നു. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. സംസ്ഥാന സർക്കാർ കണ്ണൂരിലെ പൊതുസമൂഹത്തോട് കാട്ടുന്ന കുറ്റകരമായ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കണ്ണൂരിലെ അഭിഭാഷകർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഡിസംബർ 12-ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ച് കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് കണ്ണൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ കോടതികളും തലശ്ശേരിയിൽ മാത്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ സങ്കുചിത താൽപര്യം സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 117 കൊല്ലമായി ഒരു ജില്ലാ കോടതിയില്ലാത്ത കണ്ണൂരിൽ ഒരു ജില്ലാ കോടതി അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിൽ കണ്ണൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ട്രാക്ക് കോടതി ഡിജിറ്റൽ MCT കോടതിയായി മാറ്റുന്നതിന് കേരള ഹൈക്കോടതി ഉത്തരവായത്. ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തലശ്ശേരിയിലേക്ക് ഈ കോടതി മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. എല്ലാ കോടതികളും തലശ്ശേരിയിൽ മാത്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ സങ്കുചിത താൽപര്യം സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് കഴിഞ്ഞ കാലത്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ വിഭാഗം ഇപ്പോഴും സജീവമാണെന്നാണ് ഡിജിറ്റൽ കോടതി മാറ്റത്തിലൂടെ തെളിയുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഉത്തരവായത്. പക്ഷേ
ആ കോടതി ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടുന്ന പ്രാഥമിക നടപടികൾ തലശ്ശേരിയിൽ നിന്ന് ഒരു ശിരസ്തധാറി അടക്കം കണ്ണൂരിലേക്ക് ഡെപ്യൂട്ട് ചെയ്ത ഉത്തരവ് അടക്കം വന്നതിന് ശേഷം ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ ആ കോടതി കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് മാറ്റിക്കൊണ്ട് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ണൂരിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 1907 കണ്ണൂരിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ കോടതി ആരംഭിക്കുന്നത്. 117 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ഒരു ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കോടതിയില്ലാത്ത ഏക ജില്ലാ ആസ്ഥാനം കണ്ണൂരാണ്. 1962 ഒരു സബ് കോടതിക്ക് വേണ്ടിയിട്ട്, ജില്ലാ കോടതിയുടെ താഴെ വരുന്ന ഒരു കോടതിയാണ് സബ് കോടതി. ആ സബ് കോടതി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ പ്രയത്നം ഫലം കാണുകയും 62 ഒരു സബ് കോടതി അപേക്ഷ കൊടുത്തു. 2012 കണ്ണൂരിന് ഈ പറയുന്ന സബ് കോടതി അനുവദിച്ചത്. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ട്രാക്ക് കോടതിയുണ്ട്, പോക്സോ കോടതി. ആ കോടതി 2025 അത് അവസാനിക്കുകയാണ്. എല്ലാ കോടതികളും 14 ജില്ലകളിലും അത്തരം കോടതികളുണ്ട്. ആ കോടതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന കോടതികളാണ്. ആ കോടതികളുടെ പ്രവർത്തനം 2025 അവസാനിക്കും. അപ്പോൾ ആ കോടതികളൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ കോടതികൾ ആയിട്ട് പ്രഖ്യാപിച്ചു. ആ കൂട്ടത്തിലാണ് കണ്ണൂരിന് ഒരു ഡിജിറ്റൽ കോടതി അനുവദിച്ചത്. ആ കോടതിയാണ് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. തലശ്ശേരിയിൽ 5 ജില്ലാ കോടതികളുണ്ട്. 5 ജില്ലാ കോടതികൾ, 5 വാഹന നഷ്ടപരിഹാര കോടതികളും ഉണ്ട്. വാഹനാപകട നഷ്ടപരിഹാര MACT കോടതികളുണ്ട്. അവിടത്തേക്കാണ് കണ്ണൂരിന് അനുവദിച്ച വാഹനാപകട നഷ്ടപരിഹാരം കോടതി അടക്കമുള്ള കോടതി വലിച്ചു കൊണ്ടുപോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് GV പങ്കജാക്ഷൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ് കൊലാരത്ത്, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് EP ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് PP വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അദാലത്തിലൂടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിവേഗം പരിഹാരം കാണുകയാണ് സർക്കാരെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തലശ്ശേരി താലൂക്ക് അദാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരാതികളുടെ പ്രാധാന്യവും പ്രസക്തിയും പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതാത് മേഖലകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ജനകീയ പ്രശ്നങ്ങളിൽ എന്നതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കാലവിളംബം കൂടാതെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും പരിഹരിക്കപ്പെടണം എന്നാവശ്യമായി പുതിയ നിർദ്ദേശങ്ങളുമായി വന്നവരും എല്ലാവരുമുണ്ട്. അതെല്ലാം കേട്ട് തത്സമയം സ്വീകരിക്കാനും അത് പരിഹരിക്കാനും പരിഗണിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആ നിലയിൽ സമയബന്ധിതമായി അല്പസമയം എടുത്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം പ്രസക്തി ഇതെല്ലാം കണക്കെടുത്തുകൊണ്ട് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ പരിപാടി സംസ്ഥാനത്ത് ആരംഭിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് അത് ഉദ്ഘാടനം ചെയ്തു. സമർപ്പിച്ചിട്ടുള്ള പരാതികൾ, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പരിചിതം ചെയ്തുകൊണ്ട് അതാത് മേഖലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് നൽകാൻ സാധിച്ചു. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ നൽകി. അതാ ക്രമീകരണങ്ങളാണ് എല്ലായിടവും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു മുഖ്യാതിഥിയായി. പൊതുവികസനം മാത്രമല്ല, ജനങ്ങളുടെ ചെറുതും വലുതുമായ ഒട്ടനവധി വിഷയങ്ങൾ കൂടി പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. AAY PHH മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിച്ച 19 പേർക്ക് അദാലത്തിൽ കാർഡുകൾ വിതരണം ചെയ്തു. KP മോഹനൻ MLA അധ്യക്ഷനായി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADMC പത്മചന്ദ്രക്കുറുപ്പ്, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ, ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി, തലശ്ശേരി തഹസിൽദാർ M വിജേഷ്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നേരത്തെ നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും സ്വീകരിക്കുന്നുണ്ട്. തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും
പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് നടക്കുക. തളിപ്പറമ്പ് 193, പയ്യന്നൂർ 162, ഇരിട്ടി 161 എന്നിങ്ങനെയാണ് താലൂക്കുകളിൽ ലഭിച്ച പരാതികളുടെ എണ്ണം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7205, പവന് 57,640, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ബസ് സമരം പൂർണ്ണം. വലഞ്ഞ് യാത്രക്കാരും വിദ്യാർത്ഥികളും. KSRTCയും സമാന്തര സർവീസുകളും യാത്രാക്ലേശം കുറച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 18-ന് അനിശ്ചിതകാല പണിമുടക്കുമെന്ന് ഭാരവാഹികൾ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം. DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി KPSTA. പ്രധാന അധ്യാപകരെ ക്ലാസ് ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ആവശ്യം. തൊളിച്ചേരിയിൽ വൻ തീപിടുത്തം. കടയിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. തീപിടിച്ചത് ഡോർ ടു ഡോർ സൂപ്പർ മാർക്കറ്റിൽ. ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.